blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം ഈ എപ്പിസോഡിലൂടെ ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ബിജോയ് ആൻഡ് സിനി ഫ്രം ഡാലസ്, ടെക്സസ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ബിജോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങളാലും ജോലിയിലെ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ, ആരോഗ്യം നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക അനുഗ്രഹങ്ങളും വിടുതലുകളും തൻ്റെ മേൽ കർത്താവ് കൽപ്പിച്ചാക്കണമേ. വൈഫ് സിനിക്കായി പ്രാർത്ഥിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമ്പോൾ തന്നെ നിൻ്റെ മകളുടെ ജീവിതത്തിൽ കർത്താവെ ജോലിയിൽ ഒത്തിരി അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. അലർജികൾ തൻ്റെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായി മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ ഏബലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിസംബറിൽ കർത്താവ് തൻ്റെ 6th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തല്ലോ. കർത്താവെ തന്നെ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൾ ആൻവിയയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ തൻ്റെ 4th ബർത്ത്ഡേ ഡിസംബറിൽ ആഘോഷിച്ചല്ലോ. തന്നെ അനുഗ്രഹിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ആരോഗ്യത്തിലും അതുപോലെ വിദ്യാഭ്യാസത്തിലും അനുഗ്രഹങ്ങളെ കർത്താവ് ചൊരിയുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ ഇരുഭാഗത്തുമുള്ള പാരൻസിനായും ഗ്രാൻഡ് പാരൻസിനായും പ്രാർത്ഥിക്കുന്നു. സകല നിലകളിലും ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബിജോയ് ആൻഡ് സിനി ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ, പുതിയ വർഷത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രത്യേക ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്. പ്രോഗ്രസീവ് ഗോഡ്, പുരോഗതി നൽകുന്ന ദൈവം. ഇന്നലെയും മിനിഞ്ഞാന്നും ഇതിനെക്കുറിച്ച് പല കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. പലതും നമ്മൾ മറക്കണമെന്നും ചിലത് നമ്മൾ മറക്കരുതെന്നും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, ഈ വർഷത്തിലെ ഓരോ ദിവസവും ബെറ്റർ എവറി ഡേ എന്ന ഒരു പ്രിൻസിപ്പിളിൽ ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ ദൈവത്തെ ആരാധിക്കാൻ, കൂടുതൽ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ, ദുശീലങ്ങൾ മാറ്റാൻ, അങ്ങനെയുള്ള ഒത്തിരി തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല അവ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു വർഷമായി ഈ വർഷത്തെ ദൈവം തീർക്കട്ടെ. നമ്മുടെ ദൈവം പുരോഗതികൾ നൽകുന്ന ദൈവമാണ്. ദൈവം നമ്മെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ലൈഫ് സ്പാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതും പല ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നതും എല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നും ആരംഭിച്ച് വളരെ ഗ്ലോറിയസ് ആയ ഒരു പരിസമാപ്തിയിൽ നമ്മെ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടിയാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലും വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നാം ഒരു പ്രത്യേക ഭാഗം വചനത്തിൽ നിന്നും വായിക്കാൻ പോകുകയാണ്. യൂദായുടെ ലേഖനം. അതിനൊരധ്യായമേ ഉള്ളൂ. നിങ്ങളുടെ ബൈബിൾ തുറന്ന് യൂദായുടെ ലേഖനത്തിലേക്ക് വരിക. യൂദായുടെ ലേഖനം എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്. ഒരിക്കലൊരു അമ്മച്ചി പറഞ്ഞു, ഏതായാലും കെട്ടിത്തൂങ്ങിച്ചാകുന്നതിന് മുൻപ്, യേശുവിനെ ഒറ്റിക്കൊടുത്ത് കെട്ടിത്തൂങ്ങിച്ചാകുന്നതിന് മുമ്പ് യൂദ ഒരു ലേഖനം എഴുതി വെച്ചിട്ട് പോയല്ലോ. ആ യൂദ അല്ല ഈ യൂദ, ഇത് വേറെ ആളാണ്. യൂദ എന്ന അപ്പസ്തോലൻ എഴുതിയ പ്രത്യേക ലേഖനമാണ്. ആ ലേഖനത്തിന് ആകെ ഒരധ്യായമേ ഉള്ളൂ. അതിൽ നമുക്ക് 20ാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കാം. നിങ്ങളുടെ ബൈബിൾ നോക്കണം, ഈ റെഫറൻസ് കുറിച്ചു വയ്ക്കണം. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങളോ പ്രിയരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ
നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. 22-ാമത്തെ വാക്യം, ചഞ്ചല ചിത്തരോട് കരുണ കാണിക്കുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. മറ്റു ചിലരോട് ജഡീകതയാൽ മലിനമായ അവരുടെ വസ്ത്രം പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ കരുണ കാണിപ്പിൻ. അതിനുശേഷം പറയുകയാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ തേജസ്സിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാതെ മഹാസന്തോഷത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന് തന്നെ സർവകാലങ്ങൾക്ക് മുൻപും ഇപ്പോഴും എന്നേക്കും തേജസ്സും മഹിമയും ബലവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടു മുമ്പാണ് ഈ പുസ്തകം ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ 25 വാക്യങ്ങളിൽ അവസാനത്തെ ചില വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ തന്നെ ഓരോ ദിവസവും എത്രത്തോളം എക്വിപ്പ് ചെയ്ത് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്ത് സന്നദ്ധതയോടുകൂടെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകതയാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. ബട്ട് യു, ഡിയർ ഫ്രണ്ട്സ്, ബിൽഡ് യുവർ സെൽവ്സ് up in your most holy faith and pray in the Holy Spirit. Keep yourselves in God's love as you wait for the mercy of our Lord Jesus Christ to bring you to eternal life. Be merciful to those who doubt. Snatch others from the fire and save them. To others show mercy, mixed with fear, hating even the clothing stained by corrupted flesh. To him who is able to keep you from falling, to present you before his glorious presence without fault and with great joy. To the only God and Savior be glory, majesty, power and authority through Jesus Christ our Lord, before all ages, now and forevermore. Amen. ആ വാക്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ വായിച്ചത് കുറേ കൂടി അത് ക്ലിയറായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ആണ്. അതിൻ്റെ ഓരോ പാർട്ടുകളെടുത്ത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് ഒന്ന് നോക്കാം. അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്, ആദ്യമായി നമ്മളോട് യൂദ എന്ന ഈ അപ്പസ്തോലൻ പറയുന്നത്, ബിൽഡ് yourselves up in your most holy faith. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ പണിതെടുക്കുവിൻ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിവിധ വിശ്വാസങ്ങളും വിശ്വാസത്തെ ഉലയ്ക്കുന്ന സംഭവങ്ങളും വാർത്തകളും ഒക്കെ കേൾക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അകത്തുള്ള വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ അവിടെ പറയുന്നത്, ബിൽഡ് യുവർ സെൽവ്സ് അപ്പ് ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. അതിവിശുദ്ധമായ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. വിശ്വാസം വർദ്ധിപ്പിച്ച് എടുക്കുക. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗം എങ്ങനെയാണ്, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന, ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഓഫ് വിക്കറ്റ്നെസ് ദ ലവ് ഓഫ് മോസ്റ്റ് വിൽ ഗ്രോ കോൾഡ്. അധർമ്മം, ദുഷ്ടത, പാപം പെരുകുന്നത് കൊണ്ട് പലരുടെയും സ്നേഹം നിർജീവമായി പോവും, തണുത്തുപോവും. എന്ന് വെച്ചാൽ ലോകത്തിൽ ഓരോ വർഷം കഴിയും തോറും പാപം കുറയുകയല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദുഷ്ടതയും കൊലപാതകവും മോഷണവും കൂട്ടക്കൊലയും യുദ്ധങ്ങളും
ബാങ്ക് കൊള്ളയടിക്കുന്നതും അതുപോലുള്ള തിന്മ പ്രവൃത്തികൾ, പാപപ്രവൃത്തികൾ, ദുർമാർഗങ്ങൾ, മദ്യപാനം തുടങ്ങിയതെല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ഭാഗത്ത് അധർമ്മം അല്ലെങ്കിൽ ധാർമ്മികമല്ലാത്തത്, പാപപ്രവൃത്തികൾ, ദുഷ്ടത, തിന്മ പെരുകി ലോകം ടെക്നിക്കലി, സയൻറ്റിഫിക്കലി, മെഡിക്കലി എല്ലാ നിലകളിലും ഭയങ്കരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് അതിഭയങ്കരമായി പാപവും പെരുകിക്കൊണ്ടിരിക്കുക. ഒരു തലമുറ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന വെല്ലുവിളികൾ അല്ല ഇന്നത്തെ തലമുറയിൽ ഉള്ളവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി. വളരെയധികം പാപത്തിൻ്റെ ഒരു മയം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു കാലഘട്ടത്തിലാണ് ഇവിടെ പറയുന്നത്, നിങ്ങളിലുള്ള അതിവിശുദ്ധ വിശ്വാസം വർദ്ധിപ്പിക്കുവിൻ, അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവിൻ. മത്തായി സുവിശേഷം 24:12 മുതൽ 14 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്, ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഓഫ് വിക്കറ്റ്നസ് ദ ലവ് ഓഫ് മോസ്റ്റ് വിൽ ഗ്രോ കോൾഡ്, ബട്ട് the one who stands firm to the end will be saved. എന്നാൽ അവിടെ പറയുന്നത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, ഉറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല എന്ന വെല്ലുവിളികൾ ഉയരുന്ന സ്ഥാനത്ത് പിടിച്ചു നിൽക്കുന്ന വ്യക്തികൾ മാത്രമേ രക്ഷ പ്രാപിക്കൂ. അതിനുശേഷം പറയുന്നത് കേൾക്കണോ? And this gospel of the kingdom will be preached in the whole world as a testimony to all nations. സകല രാജ്യങ്ങൾക്കും സാക്ഷ്യമായി ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ ഘോഷിക്കപ്പെടും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിലൂടെ പോലും ലോകരാഷ്ട്രങ്ങളിലേക്ക് ദൈവിക സന്ദേശം ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ദ എൻഡ് വിൽ കം. അതിനുശേഷമാണ് അവസാനം വരുന്നത്. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എസ്കറ്റോളജിക്കൽ തിങ്സ് അല്ലെങ്കിൽ അന്ത്യകാല സംഭവങ്ങൾ ഒക്കെ വായിച്ചു കഴിയുമ്പോൾ അതിഭയങ്കരമായൊരു ഭീതി മനുഷ്യർക്ക് വരാൻ സാധ്യതയുണ്ട്. അയ്യോ, എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ നിൽക്കുമോ, ഞാൻ വീണു പോകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് വരാം. എന്നാൽ മറുവശം നമ്മൾ ചിന്തിക്കുക. അവിടെ പറയുന്നത്, പാപം പെരുകുന്നത് കൊണ്ട്, ദുഷ്ടത പെരുകുന്നത് കൊണ്ട്, വർദ്ധിക്കുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഒരിക്കൽ ഒരു ദൈവമനുഷ്യൻ ഇതിനെ വ്യാഖ്യാനിച്ച് സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു യുവതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനി വിവാഹം നടക്കാൻ പോകുന്നത് 2, 3, 4, 5 മാസങ്ങൾക്ക് ശേഷമാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷമാണെന്നിരിക്കട്ടെ. ആ യുവതിയുടെ അകത്ത്, പ്രതിശ്രുത വധുവിൻ്റെ അകത്ത്, അവളുടെ പ്രതിശ്രുത വരനോടുള്ള സ്നേഹം ഓരോ ദിവസം കഴിയും തോറും കുറയുമോ കൂടുമോ? ഒരു മണവാട്ടിക്ക് മണവാളനോട് വിവാഹം വന്നുകൊണ്ടിരിക്കുകയാണ്, വിവാഹ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസം അടുക്കും തോറും അവളുടെ അകത്തുള്ള സ്നേഹം കൂടുമോ കുറയുമോ? നല്ലൊരു ചോദ്യമാണ്. ചിന്തിച്ചു നോക്കാമോ? വെഡ്ഡിംഗ് ഡേയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അകത്ത് ഓരോ ദിവസം കഴിയും തോറും അവളുടെ വരനെക്കുറിച്ച്, അവളുടെ മണവാളിനെക്കുറിച്ച് ഒരു ഭയങ്കരമായ സ്നേഹം കൂടി 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 വരും. ബൈബിളിൽ യേശുവിനെ ഒരു മണവാളനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തികളെ ഒരു മണവാട്ടിയോട് തുലനം ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിൽ മുഴുവൻ അതിഭയങ്കരമായ കൂട്ടക്കലയോ പ്രശ്നങ്ങളോ, തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥകളോ, വെറുപ്പോ, കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ ഒക്കെ നടന്നാലും ഒരു മണവാട്ടിയെ പോലെ യേശുവിനെ സ്നേഹിക്കുന്നവരുടെ അകത്ത് ഒരിക്കലും സ്നേഹം തണുത്തു പോവുകയില്ല. സ്നേഹം കൂടി 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 വർദ്ധിച്ച് വർദ്ധിച്ച് വരികയുള്ളൂ.
അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്ന് പറഞ്ഞിരിക്കുന്നത് മണവാട്ടിയെക്കുറിച്ചല്ല, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടുള്ളവരെ കുറിച്ച് അല്ല, അത് ഈ ലോകത്തിലുള്ള ബാക്കിയുള്ളവരെ കുറിച്ചാണ്. യേശുവിനെ തീവ്രമായി സ്നേഹിക്കുന്നവരുടെ സ്നേഹം ഒരിക്കലും കുറയില്ല. ഡേ ബൈ ഡേ ഇറ്റ് വിൽ ബിക്കം ബെറ്റർ ആൻഡ് ഡീപ്പർ ആൻഡ് ഗ്രേറ്റർ. ഭയങ്കരമായത് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ സ്നേഹം തണുത്തു പോകാതെ അല്ലെങ്കിൽ അതിവിശുദ്ധ വിശ്വാസത്തിൽ വളർന്നു തന്നെ മുന്നിലേക്ക് പോകണമെങ്കിൽ അതിനുശേഷം താഴേക്ക് യൂദായുടെ ലേഖനം 20 വാക്യം മുതലുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ചുമ്മാ വാഗൊണ്ട് തോന്നുന്ന പോലെ പലതും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിലും പ്രാർത്ഥിക്കുക. റോമാലേഖനം 8 ഈ വാക്യം നിങ്ങളൊന്ന് കുറിച്ചു വയ്ക്കുക. 26-27 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമുക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടമറിയാവൂ. ആ ആത്മാവിൻ്റെ നിറവിൽ വേണം നമുക്ക് പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ അകത്ത് പ്രത്യേകമായ രീതിയിലുള്ള ഒരു പ്രേരണ നൽകി നമ്മെ മുന്നിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ വർഷം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വർഷമായിരിക്കും 2013 എന്ന് ഉള്ളിൽ തീരുമാനിച്ചിട്ടുള്ളവർ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിക്കുക. നമുക്ക് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കും. 100% ദൈവത്തിൽ നിന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം ആ വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് കൂടെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതിനുശേഷം പറയുന്നത് കീപ് യുവർ സെൽവ്സ് ഇൻ ഗോഡ്സ് ലവ്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അടുത്തത് വെയിറ്റ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു ബ്രിങ് യു ടു ഇറ്റേണൽ ലൈഫ്. നിത്യജീവനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ടതിന് കർത്താവായ യേശുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. എല്ലാം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇരിക്കേണ്ടത്. ഇല്ല, എനിക്കെൻ്റെ ലൈഫ് മുഴുവൻ പ്യുവറായി കൊണ്ടുപോയി എത്തിക്കാനുണ്ട് എന്ന ഭാവത്തിൽ വേണം പോകാൻ. അടുത്തതായി പറയുന്നത് ബി മേഴ്സിഫുൾ ടു ദോസ് ഹു ഡൗട്ട്. എന്നാൽ ശരിയായ വിശ്വാസമില്ലാതെ സംശയിക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരോട് നമ്മൾ കരുണ കാണിക്കണം. അടുത്തത് സ്നാച്ച് അതേഴ്സ് ഫ്രം ദ ഫയർ ആൻഡ് സേവ് ദം. ശിക്ഷാവിധിയുടെ നരകത്തീയിൽ നിന്നും ചിലരെ കരുണ കാണിച്ച് വലിച്ചെടുക്കുവിൻ. തീയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ചില ആളുകളെ നമ്മൾ എങ്ങനെയെങ്കിലും കിട്ടിയ സ്ഥലത്ത് പിടിച്ച് വലിച്ച് കയറ്റി തീയിൽ നിന്നും ഒരാളെ രക്ഷിച്ചാൽ എന്തായിരിക്കും? ഇതുപോലെയാണ് നരകത്തീയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന പലരെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശം പറഞ്ഞു കൊടുത്ത് നന്മയിലേക്ക് അവരെ തിരിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം കേൾക്കണോ? ടു അതേഴ്സ് ഷോ മേഴ്സി മിക്സ്ഡ് വിത്ത് ഫിയർ, hating even the clothing stained by corrupted flesh. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് പലരെയും ഭയത്തോടുകൂടെ അവരെ രക്ഷിക്കുവിൻ. തീർന്നില്ല, he is able to keep you from falling. ഇതൊക്കെ ചെയ്യുന്ന നിങ്ങളെ വീഴാതെ ദൈവം കാത്തു സൂക്ഷിക്കും. അതിനുശേഷം ഇങ്ങനെയാണ് പറയുന്നത്, he will present you before his glorious presence without fault and with great joy. ഒരു കറയുമില്ലാതെ ദൈവം തൻ്റെ മഹിമാ സന്നിധിയിൽ നിങ്ങളെ വീഴാതെ വണ്ണം കാത്തു സൂക്ഷിക്കും. തുടർന്ന് നമുക്ക് മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. സിസ്റ്ററിന്റെ പേര് ഡെയ്സി എന്നാണ്.
തൃക്കളത്തൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. പെരുമ്പാവൂർ മൂവാറ്റുപുഴയ്ക്കിടയ്ക്കുള്ള തൃക്കളത്തൂർ. ഫെബ്രുവരി 3-ാം തീയതി നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നടന്ന രോഗസൗഖ്യമാണ്. നാളുകളായിട്ട് ഈ സിസ്റ്ററിന് ഈ സൈനൈറ്റീസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അത് മുഖാന്തരം ശക്തമായ തലവേദന ഉണ്ടായിരുന്നു. തുമ്മുമ്പോഴെല്ലാം ഭയങ്കരമായ വേദനയായിരുന്നു. അങ്ങനെ വളരെ ഭാരത്തോടുകൂടി കാണപ്പെട്ടപ്പോൾ അങ്ങനെയാണ് തൊടുപുഴ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നത്. അന്ന് ഒരു വലിയ സൗഖ്യം ഈ സിസ്റ്റർമേൽ ഉണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആ രോഗം ഉണ്ടായിട്ടില്ല. സിസ്റ്റർ പറ, ശരിയാണോ ഇത്? എത്ര വർഷങ്ങളായിട്ട് ഇതുണ്ടായിരുന്നു? ഒത്തിരി വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫെബ്രുവരിയിലാണ് ഈ സൗഖ്യം കിട്ടുന്നത്. തൊടുപുഴയിൽ വെച്ച് ഇവിടെ നിന്ന് അവിടെ വന്നിരുന്നു, തൊടുപുഴയിൽ വന്നിരുന്നു. ഓക്കെ, അതിനുശേഷം അത് മാറിപ്പോയി? വന്നിട്ടില്ല. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. കർത്താവേ, ഇതേ രോഗത്തിൽ പ്രയാസപ്പെടുന്ന പലർ ഈ സാക്ഷ്യം കാണുന്നുണ്ടല്ലോ. സൈനസൈറ്റിസോ മൈഗ്രെയിനോ അതേ രോഗവുമായി ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇത് കാണുന്നവർ, അതുപോലെ ഈ സാക്ഷ്യം മാധ്യമങ്ങളിലൂടെ കാണുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ കൂട്ടമായ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. അനുബന്ധ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ ശരീരത്തിലെ പ്രയാസങ്ങൾ എന്തു തന്നെയായിരുന്നാലും സൗഖ്യമാകട്ടെ. ഞങ്ങൾ ചേർന്ന് നിന്റെ മകളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. അടൂരും കൊട്ടാരക്കരയിലും നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരെയും അങ്ങ് തൊടണമേ, ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. കൂടെ കൂടെ ടോൺസിലൈറ്റിസ് വരുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതോട് ചേർന്ന് തൈറോയിഡിൻ്റെ രോഗങ്ങളുള്ളവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ബോൺ മാരോയിൽ പ്രശ്നമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അസ്ഥിയിലെ മജ്ജയ്ക്കകത്തുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതുകൂടാതെ എല്ലാവിധ ക്യാൻസറുകളും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം, അസ്ഥികളിൽ ദ്രവത്വം ബാധിക്കുന്ന ആ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. ക്ഷയരോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കുടലിനകത്തുള്ള മുഴകൾ പോലെ ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഷുഗർ, ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ. ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധത്തിലുള്ള വിടുതലുകളും ഇപ്പോൾ ജനങ്ങളുടെ ശരീരങ്ങളിലുണ്ടാകട്ടെ. കർത്താവെ, അങ്ങനെ നീ ചെയ്തതിനായി നന്ദി. പ്രത്യേകമായി നിങ്ങളുടെ രോഗവിവരങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ വിശ്വസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, വിടുതലുകളുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, സാമ്പത്തിക വിടുതലുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെയും മറ്റന്നാളും വളരെ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. ഈ 2 എപ്പിസോഡുകളും കാണാൻ മറക്കരുത്. ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരോട് ഇതിനെക്കുറിച്ച് പറയണം. അതിനും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.
പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.